ഒരു വ്യക്തി തന്റെ വസ്തുവിന്റെ ഉപയോഗത്തിനും താമസത്തിനും വേണ്ടി ഒരു കേസ് കൊടുത്തു. അത് അയാൾക്ക് അനുകൂലമായി ഉത്തരവായി. ഇതിനെതിരെ എതിർകക്ഷി ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകി. അതിന്റെ ഫലമായി കീഴ്ക്കോടതിയുടെ ഉത്തരവ് ജില്ലാ കോടതി അസാധുവാക്കി. ഇതേ തുടർന്ന് വാദി കേരള ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും രജിസ്റ്റർ ചെയ്ത വിൽപ്പന രേഖയുടെ സാധുതയെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചു. അതുപോലെ മുക്തിയാർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ വസ്തുവിന്റെ യഥാർത്ഥ പ്രമാണം ആവശ്യമുണ്ടോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി വന്ന മറ്റൊരു ചോദ്യം. രജിസ്ട്രേഷൻ ആക്ട് അവലോകനം ചെയ്ത കോടതി, ഒരു രജിസ്റ്റർ ചെയ്ത പ്രമാണം സാധുതയോടെ നടപ്പിലാക്കിയതാണെന്ന് കരുതപ്പെടുന്നതുകൊണ്ട് പ്രമാണം നിയമപരമായി അസാധുവാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രമാണത്തെ എതിർക്കുന്ന കക്ഷിയുടേതാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അതിനാൽ രജിസ്റ്റർ ചെയ്ത പ്രമാണത്തെ വെല്ലുവിളിക്കുന്ന വ്യക്തിക്ക് ആ വിഷയത്തിൽ തെളിവ് നൽകാനുള്ള ബാധ്യതയുണ്ട്. പ്രമാണം ഉണ്ടാക്കിയ വ്യക്തിക്കോ അല്ലെങ്കിൽ അവയുടെ അടിസ്ഥാനത്തിൽ അവകാശം ഉന്നയിക്കുന്നവർക്കോ വസ്തു വിൽപ്പന പ്രമാണം രജിസ്റ്റർ ചെയ്യാമെന്ന് കോടതി വ്യക്തമാക്കി. രജിസ്ട്രേഷൻ തുടരുന്നതിന് മുമ്പ് ഒപ്പിട്ടയാളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുക എന്നതാണ് രജിസ്ട്രേഷൻ ഓഫീസറുടെ ഏക കടമ. രജിസ്ട്രേഷനു മുമ്പ് നിയമപരമായ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് രജിസ്ട്രേഷൻ ഓഫീസർ ഉറപ്പാക്കുകയും അനുവദനീയമായ സമയത്തിന് മുമ്പ് പ്രമാണം ഉണ്ടാക്കിയവരോ അംഗീകൃത പ്രതിനിധികളോ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ മുമ്പാകെ ഹാജരായാൽ മാത്രമേ രജിസ്ട്രേഷൻ സാധ്യമാകൂ. അതുപോലെ മുക്തിയാറിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണം രജിസ്റ്റർ ചെയ്യുമ്പോൾ വസ്തുവിന്റെ യഥാർത്ഥ പ്രമാണം ആവശ്യമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ചുരുക്കത്തിൽ, ഒരു രജിസ്റ്റർ ചെയ്ത പ്രമാണം സാധുതയുള്ളതായി കരുതപ്പെടുന്നതിനാൽ അത് അസാധുവാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രമാണത്തെ എതിർക്കുന്ന കക്ഷിയുടേതാണ്. കൂടാതെ മുക്തിയാർ പ്രകാരം ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വസ്തുവിന്റെ യഥാർത്ഥ പ്രമാണം ആവശ്യമില്ല. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.